ഇത് നമ്മൾ എലൈൻ ഫ്രോക്കിൻ്റെ 4ാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കോളറ് ഷേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ 2ആയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ്, അത് നമ്മളെ ഓവൽ ഷേപ്പ് കൊടുക്കുക നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്ക് ഇതേപോലെ ചെരിച്ചൊന്ന് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ 4ആയിട്ട് മടക്കിയോണ്ട് തന്നെ റൗണ്ടായിട്ടാണ് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇനി ഇങ്ങനെ 2 പീസാവും കേട്ടോ. ഇതേപോലെയാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമുക്കത് ഒരു ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ആ ക്ലോത്തിൽ അയൺ ചെയ്തു. ഈ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാൻവാസിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ 2 എണ്ണം അയൺ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലേ, കുറച്ച് അധികം ഇട്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ സെയിം ക്ലോത്ത് എടുക്കുക. സെയിം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് കേട്ടോ. സെയിം തന്നെ 2 വശത്തും ഒരേ ഇത് വെക്കുക. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ക്യാൻവാസ് അയൺ ചെയ്യുക എപ്പോഴും ചീത്ത വശത്താണ്. ഇനി ഇതാ നമ്മൾ അവിടെ ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മറ്റേ വശം നമുക്ക് ഡ്രസ്സിലോട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അതാ ഇങ്ങനെ ഒന്ന് ആ ക്യാൻവാസിൻ്റെ അരികത്തൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വശത്ത് 1/4 ഇഞ്ച് വേണം കേട്ടോ നമുക്ക് ജോയിൻ ചെയ്യാൻ. പിന്നെ പക്ഷേ ചെറിയൊരു തുമ്പിട്ടിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ക്രോസ് കട്ടിങ് കൊടുക്കുക. ക്രോസ് കട്ടിങ് മസ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് എന്താ പറയുക, തിരിച്ചിടുമ്പോൾ ചുക്കി ചുളുങ്ങി കിടക്കും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് അയൺ ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇതേപോലെ 2 എണ്ണം ചെയ്തെടുക്കുക. പിന്നെ ഈ താഴത്ത് ഞാൻ ലേസ് കൊടുക്കുന്നുണ്ട്. ഈ ലേസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് 2ൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ മറന്നു പോയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി ലേസ് കൊടുക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഡ്രസ്സും കോളറും ഒരേ സെയിം തുണി ആയതുകൊണ്ടാണ് ഞാൻ ലേസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം കൊടുക്കേണ്ട, ഡയറക്റ്റ് കൊടുക്കാൻ വെച്ചാൽ ലേസിൻ്റെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ലേസ് വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ 2 കോളറും ചെയ്തെടുക്കുക.